നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് കേട്ടോ. The lifetime of a component of a certain type is a random variable whose probability density function is exponentially distributed with parameter 2. For a randomly picked component of this type, the probability that its lifetime exceeds the expected lifetime. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഒരു കമ്പോണന്റിന്റെ, നമ്മളിപ്പോ ഒരു ഫാക്ടറിയിൽ ഒരു സാധനം നിർമ്മിക്കുന്ന ഒരു കമ്പോണന്റ്, എന്തെങ്കിലും ഒരു മെഷീന്റെ ഒരു ഭാഗം, ഒരു കമ്പോണന്റ് നമ്മൾ നിർമ്മിക്കുകയാണ്. അതിന്റെ ലൈഫ് ടൈമിനെയാണ് നമ്മളുടെ ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ലൈഫ് ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈഫ് ടൈം ഐ എം അസ്യൂമിങ് ഇറ്റ് ടു ബി ടി. ഓക്കെ, ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുവാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് വെയർ ഈക്വൽ ടു 0. പാരാമീറ്റർ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ എന്താണ് വരുന്നത്, ലാംഡ ആണ് അല്ലെ, ലാംഡ അല്ല മീൻ ആണ് വരുന്നത്. സോ ഇവിടെ തന്നിട്ടുള്ളത് മീൻ ഈസ് ഈക്വൽ ടു 1/λ വിച്ച് ഇസ് ഈക്വൽ ടു 2. ഇവിടെ മീൻ ആണ് 2 എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇവര് മീൻ ആണ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ഡിസ്ട്രിബ്യൂഷന് അതിനെ യുണീക്ക് ആക്കുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അത് എക്സ്പോണൻഷ്യലിൽ വരുമ്പോൾ മീൻ ആണ്. ഓക്കെ, മീൻ ആണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ. അവിടെ മീനും വേരിയൻസും അവിടുത്തെ പാരാമീറ്റേഴ്സ് ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ പാരാമീറ്റർ ഉള്ളൂ, അത് മീൻ ആണ്. അപ്പൊ നിങ്ങൾ ലാംഡ ഈക്വൽ ടു 2 എന്ന് എഴുതെടുക്കരുത്, അത് തെറ്റാണ്. മീൻ ഈക്വൽ ടു 1/λ ഈക്വൽ ടു 2. ഓക്കെ, അതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് മീൻ ഈസ് ഇക്വൽ ടു 1/λ ഈക്വൽ ടു 2 കിട്ടി. അതിൽ നിന്ന് നമുക്ക് ലാംഡയുടെ വാല്യൂ എഴുതാം ആൻഡ് വി കൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എഫ് ഓഫ് എക്സ് ആൻഡ് റീറൈറ്റ് ദ PDF അല്ലെ. വിച്ച് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു 1/2 എന്ന് വരും അല്ലെ. അപ്പൊ പുതിയ PDF എങ്ങനെ വരും, ന്യൂ PDF എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 e raised to minus x/2 അല്ലെ. ഇനി നമുക്ക് എന്താ വേണ്ടത്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫോർ എ റാൻഡംലി പിക്ഡ് കമ്പോണന്റ്, ഇവരൊരു കമ്പോണന്റ് റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുവാണ്. പ്രോബബിലിറ്റി ദാറ്റ് ലൈഫ് ടൈം എക്സീഡ്സ് ദി എക്സ്പെക്ടഡ് ലൈഫ് ടൈം. നമ്മുടെ ലൈഫ് ടൈം ടി എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ലൈഫ് ടൈമിനെക്കാളും കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ എക്സ്പെക്ടഡ് ലൈഫ് ടൈം. എക്സ്പെക്ടഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, മീൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് മീനിനെയാണ്. സോ പി ഓഫ് ടി ഗ്രേറ്റർ ദാൻ മീൻ ആയിരിക്കണം എന്നാണ് ഇവരുടെ ചോദ്യം. അപ്പൊ മീൻ എത്രയാണ്, പി ഓഫ് ടി ഗ്രേറ്റർ ദാൻ നമ്മൾ എത്ര കണ്ടുപിടിച്ചു, mean is equal to 2. ജസ്റ്റ് 1/2 2 കണ്ടപ്പോ കൺഫ്യൂസ്ഡ് ആയതുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് മീനിന്റെ വാല്യൂ എന്താണ് വന്നിട്ടുണ്ട്, ഇവിടെ 2 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രേറ്റർ ദാൻ 2 പറയുമ്പോൾ നമ്മുടെ ഇന്റഗ്രേഷൻ 2 to infinity വരും. അത് ചെയ്താലും കറക്റ്റ് തന്നെയാണ്. ഐ വിൽ റൈറ്റ് ഇറ്റ് as 1 - p of t less than or equal to 2 എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 - ഇന്റഗ്രൽ 0 to 2 അല്ലെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുമ്പോൾ 0 to 2 ആണ് ടി വേരി ചെയ്യുന്നത്. പുതിയ PDF എങ്ങനെ വരും, 1/2 e raised to minus x/2 into dx അല്ലെ.
അപ്പൊ 1 മൈനസ് 1/2 പുറത്തെടുത്തിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ e raised to minus x/2 divided by minus 1/2 over the limit 0 to 2. 1/2 ക്യാൻസൽ ആയപ്പോൾ ഇവിടെ +1 ആവും. e raised to -1 മൈനസ് e raised to 0 വരും അല്ലെ. നേരത്തെ പോലെ തന്നെ e raised to -1 ആണ് നമുക്ക് വരുന്നത് അല്ലെ. 0.368 വാല്യൂ സെയിം തന്നെയാണ്. 0.368. ഓക്കെ. Next question. Next one വേറെ distribution ആണ്, Poisson distribution ആണ്. If x is a Poisson random variate with mean 3, then probability of mod x minus 3 less than 1 will be. Okay, അപ്പൊ ഇവിടെ x എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ്, പക്ഷെ അത് ഫോളോ ചെയ്യുന്നത് പോയ്സോന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ മീനിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3. പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ തന്നിട്ടുള്ള ഡേറ്റ ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എഴുതാം. സോ എക്സ് ഫോളോസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. മീൻ ഇവർ തന്നിട്ടുണ്ട് ലാംഡ ഈക്വൽ ടു 3. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും മീനും വേരിയൻസും എന്ത് തന്നെയാണ്, സെയിം ആണ് അല്ലെ. അപ്പൊ വേരിയൻസും സിഗ്മ സ്ക്വയർ അല്ലെ ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 3. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ തന്നിട്ടുണ്ട്, ലാംഡ ഉണ്ട്. അപ്പൊ ലാംഡ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പി ഓഫ് എക്സ് എഴുതാം അല്ലെ. എന്തായാലും പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് പി ഓഫ് എക്സ് വേണം. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു e raised to minus lambda raised to x by x factorial ആണ്. അതില് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to minus 3 raised to x by x factorial ഇതാണ് നമ്മുടെ PDF വരുന്നത് അല്ലെ. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ എന്തിന്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്, പ്രോബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x minus 3 ലെസ് ദാൻ 1 ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എക്സിനാണ് തന്നിട്ടുള്ളത്, മോഡ് എക്സിനൊന്നും അല്ല തന്നിട്ടുള്ളത്. അപ്പൊ ഈ മോഡ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡ് എക്സ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. മോഡ് എക്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, മോഡ് എക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളത് പോസിറ്റീവ് വരുമെന്നല്ല, ഇറ്റ് മീൻസ് ദാറ്റ് എക്സിന് എന്തൊക്കെ വാല്യൂസ് എടുക്കാം, മൈനസ് എക്സും വരാം പ്ലസ് എക്സും വരാം അല്ലെ. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ മൈനസ് എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സും വരും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ എഴുതുന്നത്. അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ മോഡ് എക്സ് ലെസ് ദാൻ നമ്മൾ ഇന്നലെ 1/2 അങ്ങനെ എന്താണെന്ന് എഴുതിയത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, എക്സ് മൈനസ് 1/2നും 1/2നും ഇടയ്ക്ക് വരും അല്ലെ. മോഡ് എക്സ് 1/2ന് താഴെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും, മൈനസ് 1/2നും 1/2നും ഇടയ്ക്കായിട്ട് വരും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് ഈ തന്നിട്ടുള്ള മോഡ് എക്സിന്റെ വാല്യൂ ഒന്ന് മാറ്റാൻ നോക്കാം. നല്ല നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ബിക്കോസ് ഇന്റഗ്രേഷൻ ഒക്കെ നമ്മൾ മോഡ് എക്സിനാണോ ചെയ്യുന്നത്, അല്ല പോയ്സൺ അല്ലേ, ഇന്റഗ്രേഷൻ അല്ലല്ലോ, സമ്മേഷൻ അല്ലേ. അപ്പൊ ഇത് നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്, ഓവർ ഫോർ എക്സ് ആണ്, എക്സിന്റെ ലിമിറ്റ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്, മോഡ് എക്സിനല്ല. സോ ഈ പി ഓഫ് മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ 1 എന്നുള്ളതിനെ ഞാനൊന്ന് മാറ്റണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് മൈനസ് 3 എന്നുള്ളത് മൈനസ് 1നും 1നും ഇടയ്ക്ക് വരും അല്ലെ. ഇനി ഇവിടെ നടുക്ക് എക്സ് മാത്രം കൊണ്ടുവരാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു -3 ഉണ്ട്, അപ്പൊ ഇവിടെ ഒരു +3 ആഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇവിടെ എക്സ് മാത്രം വരും. സോ ഇവിടെ +3 ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ആഡ് ചെയ്യണം, ഒരിടത്ത് മാത്രം ചെയ്യാൻ പറ്റൂല. അപ്പൊ -1 + 3, ഇവിടെ എക്സ് -3 + 3 1 + 3. സോ ഇറ്റ് വിൽ ബിക്കം 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. അപ്പൊ നമ്മുടെ ലിമിറ്റ് കിട്ടിയില്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് -3 ലെസ് ദാൻ 1 എന്നുള്ളത് പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 എന്നാക്കിയില്ലേ നമ്മളിപ്പോ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു നിങ്ങള്, 2നും 4നും ഇടയ്ക്കാകണം എന്ന് പറഞ്ഞു. നമുക്കറിയാം 2നും 4നും ഇടയ്ക്ക് ആകെ ഒരൊറ്റ വാല്യൂ അല്ലേ ഉള്ളൂ, അതായത് 3 വരുള്ളൂ അല്ലെ. അപ്പൊ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 അല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓൾസോ ഇവിടെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമുക്കറിയാം അത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, എക്സ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസിനാണ് ഒരു റേഞ്ചിനകത്ത് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ എക്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും അല്ലെ. സോ ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സിന്റെ വാല്യൂ നമ്മൾ PDF-ൽ 3 എന്നിട്ട് കൊടുത്താൽ മതി അല്ലെ. PDF ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് e raised to minus 3 raised to x by x factorial. അവിടെ നമ്മൾ ജസ്റ്റ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. e raised to minus 3 raised to 3 x കിടക്കുന്നിടത്ത് 3 കൊടുക്കാം, 3 factorial e raised to minus 3 into 27/6 വരും അല്ലെ. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9/2 into e raised to minus 3. ഓപ്ഷൻ
1 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. A random variable p follows exponential distribution with mean value 0.5 expectation of p square ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ബേസിക് ലോജിക് വെച്ചൊന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ, ആർക്കെങ്കിലും ഐഡിയ കിട്ടിയോന്ന് നോക്കട്ടെ. ആർക്കും അറിയില്ലേ? ഇത്രയും നേരം നമ്മൾ ഡിസ്ട്രിബ്യൂഷന്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും പറഞ്ഞ് ചിലപ്പോ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ക്വസ്റ്റ്യനിൽ കണ്ടോണ്ട് എടുത്ത ഉടനെ PDF ഒക്കെ എഴുതി മീനൊക്കെ എഴുതി സോൾവ് ചെയ്യാൻ ആരെങ്കിലും ഇരുന്നോ? അങ്ങനെ ഇരുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇപ്പൊ ഒരു റാൻഡം വേരിയബിൾ പി, നമ്മൾ സാധാരണ എക്സ് വൈ എന്നൊക്കെ പറയുന്നില്ല, ഇവിടെ പി എന്ന് പേര് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് പ്രോബബിലിറ്റി ആയിട്ട് കൺഫ്യൂസ്ഡ് ഒന്നും വേണ്ട. റാൻഡം വേരിയബിളിന്റെ പേര് പി ആണ്. അത് ഫോളോ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ മീൻ വാല്യൂ 0.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോഴത്തേക്കും, സോറി പോയിസൺ അല്ല എക്സ്പോണൻഷ്യൽ, എക്സ്പോണൻഷ്യൽ ആകുമ്പോൾ മീൻ വാല്യൂ എന്ന് പറയുമ്പോൾ 1/λ 1/λ 0.5 ആണെന്ന് ഇവര് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ എക്സ്പെക്ടേഷൻ ഓഫ് പി സ്ക്വയർ ആണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. എക്സ്പെക്ടേഷൻ ഓഫ് പി സ്ക്വയർ, ഇപ്പം പിന്റെ സ്ഥാനത്ത് ജസ്റ്റ് എക്സ് കിടന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം പോകേണ്ടത് എന്താണ്? നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഒറ്റ ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ആ ഒരൊറ്റ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിൽ അത് തന്നെ ആദ്യം പോകണം. ഇവിടെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് നമ്മൾ അതിന്റെ PDF ഒന്നും യൂസ് ചെയ്തില്ല. പക്ഷേ ആ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്നതിന് ഒറ്റ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് റാൻഡം വേരിയബിൾ പി തന്നിട്ടുണ്ട്. മീൻ ഇസ് ഈക്വൽ ടു 1/λ ഈക്വൽ ടു 0.5 എന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് ലാംഡ എന്നുള്ളത് 1/0.5 ആണ് അല്ലെ. മീൻ വാല്യൂ, മീൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ് അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 0.5. അപ്പോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, സോറി ഇവിടെ പി ആണ് കേട്ടോ, പി എക്സ്പെക്ടേഷൻ ഓഫ് പി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? എക്സ്പെക്ടേഷൻ ഓഫ് പി ഉണ്ടെങ്കിൽ വേരിയൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ വേരിയൻസ് ഓഫ് പി വേണം നമുക്ക്. നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീനും വേരിയൻസും എന്താണ്? ലാംഡയുടെ ടേംസിലാണ് കിടപ്പുള്ളത്. 1/λയും 1/λ സ്ക്വയറും ആണ്. അപ്പൊ വേരിയൻസ് ഓഫ് പി എന്ന് പറയുന്നത് 1/λ സ്ക്വയർ അല്ലേ. അപ്പൊ ലാംഡ നമുക്ക് ഇവിടെ എന്താണ്? 1/0.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 1/0.5 ദ ഹോൾ സ്ക്വയർ, അതായത് 0.5 ദ ഹോൾ സ്ക്വയർ 0.25 നമുക്ക് വേരിയൻസ് കിട്ടും. അപ്പൊ ഇത്രയും നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എക്സ്പെക്ടേഷൻ ഓഫ് പി സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസിന്റെ ഇക്വേഷൻ ഇതാ. Variance of x equal to expectation of x square minus expectation of x the whole square അല്ലെ. അപ്പൊ വേരിയൻസ് ഓഫ് എക്സ് 0.25, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കാനുള്ളത്, മൈനസ് മീൻ എത്രയും തന്നിട്ടുണ്ട്? 0.5 എന്ന് അവർ തന്നിട്ടുണ്ട് അല്ലെ ക്വസ്റ്റ്യൻ. 0.5 ദി ഹോൾ സ്ക്വയർ. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളത് 0.25 പ്ലസ് 0.25 0.5 വരും അല്ലെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, next question. If a random variable x satisfies Poisson distribution with a mean value of 3, probability that x greater than or equal to 2. Poisson distribution follow ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിൾ x ഉണ്ട്, മീൻ തന്നിട്ടുണ്ട് 3, എങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, നമുക്കിപ്പോ എല്ലാ പാരാമീറ്റേഴ്സും PDF എഴുതാം, ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ. പോയിസൺ ആയതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേഷൻ അല്ല, ജസ്റ്റ് സമ്മേഷൻ ആയിരിക്കും വരുന്നത്. സോ മീൻ വാല്യൂ തന്നിട്ടുണ്ട് ഫോർ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ ഈക്വൽ ടു 3 എന്നുള്ളത് ഈക്വൽ ടു വേരിയൻസും കൂടിയാണ് അല്ലെ.
ഈക്വൽ ടു ലാംഡ. നമ്മൾ മീനിനെയും വേരിയൻസിനെയും ലാംഡ വെച്ചിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. പി ഓഫ് എക്സ് എന്നുള്ളത് ഇ റേസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് അല്ലേ. ഇവിടെ ലാംഡയുടെ വാല്യൂ ഉണ്ട്, സോ നമുക്ക് മാറ്റി എഴുതാം. ഇ റൈസ് ടു മൈനസ് 3 റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് നമുക്ക് പി ഡി എഫ് കിട്ടിയിട്ടുള്ള. പ്രോബബിലിറ്റി ചോദിച്ചിട്ടുള്ള എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 2. എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? 0 വരാം, 1 വരാം അല്ലെ. അപ്പൊ 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 അല്ലെ. എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2ന് താഴെ 0യും 1ഉം അല്ലേ ഉള്ളൂ. അപ്പൊ 1 മൈനസ്, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ചെയ്യാൻ വേണ്ടിയിട്ട് പി ഡി എഫിൽ എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇത് 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇ റേസ് ടു മൈനസ് 3 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ഈക്വൽ ടു 1 വരുമ്പോ ഇ റേസ് ടു മൈനസ് 3 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ ഇ റേസ് ടു മൈനസ് 3 പ്ലസ് 3 ഇ റേസ് ടു മൈനസ് 3, 1 മൈനസ് 4 ഇ റേസ് ടു മൈനസ് 3 എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ 4 ആണ് കിട്ടുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഈ പ്രോബബിലിറ്റി ഇവിടെ പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് ഈ പ്രോബബിലിറ്റി തരുമ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻസിനനുസരിച്ച് മാറ്റി തിരിച്ചും മറിച്ചൊക്കെ എഴുതാനുള്ളത് അറിയണം. പിന്നെ ഇന്റഗ്രേഷൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതും, ഡിസ്ക്രീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും എന്നുള്ളതും ചിന്തിക്കണം. കാരണം ഡിസ്ക്രീറ്റിന്റെ കേസ് പോയിസോൺ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമുക്ക് പ്രോബബിലിറ്റി കണ്ടിരിക്കും എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2 അങ്ങനത്തെ കണ്ടീഷനിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഇങ്ങനെ എഴുതി പോണം. അതൊരു ഇൻഫിനിറ്റ് സീരീസ് പോലെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അതിന് പകരം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്നാക്കി സിംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ ആ ഒരു ഫ്ലോ കൊണ്ടുവരണം കേട്ടോ. ഈ ക്വസ്റ്റിന്റെ പ്രീ റിക്വസ്റ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എങ്ങനെയൊക്കെ എഴുതാം. ഇതൊക്കെ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പ്രോബബിലിറ്റിയും ഈ സെറ്റിന്റെ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരണം വന്നിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസാണ്. Normal random variable x has the following probability density function f of x equal to 1 by root of 8 pi e raised to minus x minus 1 the whole square by 8, where x varies from minus infinity to infinity. എങ്കിൽ ഇന്റഗ്രൽ 1 to infinity f of x dx ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ ഇന്റഗ്രേഷൻ, ഇപ്പം നോർമൽ റാൻഡം വേരിയബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ സാധാരണ ചെയ്യുന്നത്. പ്രോബബിലിറ്റി അല്ല ഇതിൽ ചോദിച്ചിട്ടുള്ളത്, ഡയറക്റ്റ് 1 to ഇൻഫിനിറ്റിയുടെ ഇന്റഗ്രൽ ആണ് എത്രയെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ പി ഡി എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 by sigma root of 2 pi into e raised to minus x minus mu the whole square by 2 sigma square അല്ലെ. അതായത് x follows a normal distribution with parameters mu and sigma square. ഇവിടെ തന്നിട്ടുള്ള എന്താണ്? given f of x എന്താ തന്നിട്ടുള്ളത്? f of x equal to 1 by root of 8 pi e raised to minus x minus 1 the whole square by 8. എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ്, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ, ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരാമീറ്റേഴ്സ് കിട്ടൂലേ? കമ്പയറിങ് 1 and 2 നമുക്ക് എന്ത് കിട്ടും? സിഗ്മയുടെ വാല്യൂ 2 എന്നും കിട്ടും, മ്യൂവിന്റെ വാല്യൂ 1 എന്നും കിട്ടും അല്ലെ. ഇവിടെ 1 by സിഗ്മ റൂട്ട് ഓഫ് 2 പൈ കിടക്കേണ്ട സ്ഥാനത്ത് നമുക്ക് തന്നിട്ടുള്ളത് 1 by റൂട്ട് ഓഫ് 8 പൈ എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ 2 അകത്ത് കൊണ്ടുവരുമ്പോൾ ഈ റൂട്ട് ഓഫ് 8 എന്നുള്ള 2 into 4 പൈ എന്നാവും അല്ലെ. അപ്പൊ ഈ 4 പുറത്ത് വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 1 by 2 root 2 പൈ. അപ്പോ
ഇവിടെ √2π പോയി കഴിഞ്ഞാൽ സിഗ്മ എത്രയാണ് 2 അടക്കും. അപ്പൊ ഇങ്ങനെയാണ് കമ്പയർ ചെയ്ത് സിഗ്മ ഇസ് ഈക്വൽ ടു 2 വന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് മീനും കൂടെ ഒന്ന് നോക്കാം. മീൻ നോക്കാനായിട്ട് e റൈസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ കിടക്കുന്നിടത്ത് ഇവിടെ എന്താണ് തന്നിട്ടുള്ള e റൈസ് ടു മൈനസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ മ്യൂവിന്റെ സ്ഥാനത്ത് മ്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് മൈനസ് 1 ആണ് തന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം അതേ ഫോർമാറ്റിലല്ലേ, 2 സിഗ്മ സ്ക്വയർ മൈനസ് അതുപോലെ എല്ലാം അതുപോലെ കിടക്കുള്ള. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് മൈനസ് മ്യൂ എന്നുള്ളത് എക്സ് മൈനസ് 1 എന്നും അതിൽ നിന്ന് മ്യൂ ഇസ് ഈക്വൽ ടു 1 എന്നും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ സിഗ്മയുടെ മ്യൂവിന്റെ വാല്യൂസ് ബൈ കമ്പാരിസൺ നമുക്ക് കിട്ടിയത്. ഇനി ഇത്രയും കിട്ടി. ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് പ്രോപ്പർട്ടി വൈസ് അറിയാം. ബൈ പ്രോപ്പർട്ടി വി നോ ദാറ്റ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താണ് 1 അല്ലെ. പി ഡി എഫിന്റെ സാധാ ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ കേസിൽ നമ്മുടെ ബെൽ ഷേപ്ഡ് കർവൊക്കെ ഓർമ്മയാണല്ലോ. ചെറുതായിട്ട് ഷേപ്പ് ഒന്ന് തെറ്റിപ്പോയി, അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊന്നും അല്ല, ഏതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും ഇറ്റ് വിൽ ബി സിമെട്രിക് അബൌട്ട് ദി മീൻ അല്ലെ, സിമെട്രിക് അബൌട്ട് ദി മീൻ. ഇവിടെ മീൻ എത്രയാ നമ്മൾ കണ്ടുപിടിച്ചു? മ്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് കണ്ടുപിടിച്ചു. അപ്പോ 1ന്റെ കുറവുള്ള വാല്യൂസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലും 1നേക്കാളും കൂടിയ വാല്യൂസ് എല്ലാം റൈറ്റിലും ആയിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷന്റെ കർവിൽ വരുന്നത്. ഓക്കെ, വിച്ച് മീൻസ് വാല്യൂസ് നമുക്കറിയാം ഇത് മൈനസ് ഇൻഫിനിറ്റി, ഇത് ഇൻഫിനിറ്റി ആണ്. സോ മൈനസ് ഇൻഫിനിറ്റി ടു 1ഉം 1 ടു ഇൻഫിനിറ്റി എന്താണ്? ഈക്വൽ അല്ലേ, രണ്ടും ഈക്വൽ ആണ് അല്ലെ, ബോത്ത് ആർ മീൻ ആണ്. അപ്പൊ മീൻ 1 ആയ സ്ഥിതിക്ക് മൈനസ് ഇൻഫിനിറ്റി ടു 1 വരെയുള്ള വാല്യൂ 1 ടു ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ എന്താണ്? സെയിം ആണ്. ഇത് രണ്ടും എന്താണ്? നമ്മൾ പറഞ്ഞു ഏരിയ ഓഫ് ദി കർവ് എന്ന് പറയുന്നത് 1 ആണ്. ഏരിയ ഓഫ് ദി കർവ് ഈസ് ഈക്വൽ ടു 1. സോ ഈ ഹാഫ് 0.5, ഈ ഹാഫ് 0.5 അല്ലെ. അപ്പൊ ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കേ. ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് അത് എത്രയായിരിക്കും? ഈ ഡയഗ്രം നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഈക്വൽ ടു 0.5 എന്നുള്ളത് അല്ലെ. കാരണം എന്താ? ഈ ഒരു റീജിയൻ 1ഉം ഇൻഫിനിറ്റിക്ക് ഇടയിലുള്ള റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? 0.5 അല്ലേ ടോട്ടൽ ഏരിയ വരുന്നത്. സോ ടോട്ടൽ ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് എന്താ? 0.5 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് 1/2, ഓപ്ഷൻ 2. അപ്പൊ ഇവിടെ നമ്മൾ ഇവര് പി ഡി എഫ് തന്നിരിക്കുന്നത് ജസ്റ്റ് മ്യൂവിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയും നമുക്ക് കണ്ടുപിടിക്കാനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 1ന് അഗേൻസ്റ്റ് ആണ് സിമെട്രിക് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? 1/2 ആണെന്ന് കണ്ടെത്താം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വാല്യൂസ് ഒക്കെ ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ വലിയ ഫംഗ്ഷനൊക്കെ എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള പാട് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഇത്രയും ലൈക്ക് ഭയങ്കരമായിട്ട് സോൾവ് ചെയ്യേണ്ട കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും PSC ക്ക് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ടൈം കൺസ്യൂം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നിൽ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് നോക്കുക, അതർവൈസ് അപ്പോൾ തന്നെ മാറ്റി ചിന്തിക്കാം. ഓക്കെ, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.